ഞാനെന്താ റോബോട്ടാണോ അതോ അവൻ വേലയ്ക്ക് വെച്ചേക്കുന്ന വേലക്കാരിയോ? എൻ്റെ മഹാദേവ, നീ ഇതൊന്നും കാണുന്നില്ലേ? മിത്ര, കോഫി. ഓ, ഈ പന്നിയുടെ മോനെ ഇന്ന് ഞാൻ. അവനെന്താ കയ്യില്ലേ അതോ കാലിൽ കുരുവാണോ? ഓ, കൊണ്ട് കൊടുത്തേക്കാം. അല്ലെങ്കിലും വേലിയിലിരിക്കുന്ന ആനെ കൊണ്ട് എടുത്ത് ഫ്രഞ്ച് കിസ് അടിക്കുന്ന എന്തിനാ വെറുതെ? എൻ്റെ മഹാദേവ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്. വൈ ഗോഡ്, വൈ മീ? മിത്ര, അത് പിന്നെ മിത്ര, ട്രാക്ക് മാറിപ്പോന്നു. ഡോ ദേവ, തനിക്കെന്താ കാലിൽ കുരുവൊന്നും ഇല്ലല്ലോ, പിന്നെന്താ തനിക്ക് താഴെ വന്ന് എടുത്താല്? ഞാൻ ഇന്നലെ തന്ന ഫയല് നീ കംപ്ലീറ്റ് ആക്കിയോ? ഓ, ഈ ദേവേട്ടൻ്റെ ഒരു കാര്യം അപ്പോഴേക്കും അങ്ങ് സീരിയസ് ആയി. എന്നാ കോഫി കുടിക്കേ, ഞാൻ താഴോട്ട് ചെല്ലട്ടെ, നമുക്ക് ഓഫീസിൽ പോണ്ടേ? ഓ മിത്ര, നീ എന്ത് പണിയാ കാണിച്ചേ? നാണം ഇല്ലാതെ വായി നോക്കി അങ്ങ് നിന്നു. ഓ എൻ്റെ മഹാദേവ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? യോഗ ഇല്ല അമ്മണിയേ. കേറിയോ? എടുക്കട്ടെ. ആ, പിന്നെ മിത്ര, ഞാൻ പറഞ്ഞൊന്നും മറന്നില്ലല്ലോ, ഓഫീസിൽ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആ ശരി, കേട്ടു. വൈകുന്നേരം ഇവിടെ നിന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. എന്താണ് മോളൂസേ ഒരുമാതിരി ഞട്ടുപോയ സ്കുരലിനെ പോലെ നിൽക്കുന്നേ? ഓ, ഇന്നും ആ തെണ്ടി എന്നെ നടു റോഡിൽ ഇറക്കി വിട്ടു. അമ്മനോട് ഇച്ചിരെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ പരിപാടി കാണിക്കൂ. പോട്ടടി, പുള്ളി ഇവിടുത്തെ CEO അല്ലേ. അതുമല്ല, നിങ്ങളുടെ മാരേജിൻ്റെ കാര്യം ഇപ്പം പറയണ്ടാന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമല്ലേ. അപ്പം പിന്നെ സാറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം പന്നിനെ ഞാൻ വെറുതെ വിടുന്നത്. ഹലോ ലേഡീസ്, എന്താണ് പരിപാടി? ഒരു കമ്പനിക്ക് ഞാനും കൂടെ വരണോ? ഓ, വേണമെന്നില്ല. ഡാ ആദർശേ, നിന്നെ സാറ് വിളിച്ചിരുന്നു, നീ വന്ന ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞു. ഏതോ ഫയലിൻ്റെ കാര്യമാണ്. ഹോ, ആണോ? എന്നാൽ കിട്ടാനുള്ളത് വേഗം ചെന്ന് വാങ്ങിക്കട്ടെ. ഓക്കെ, ബൈ ഗേൾസ്, പിന്നെ കാണാം. ഓ, ഇവ എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. എന്നാൽ ശരി മോളെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഭർത്തുവിനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. എക്സ്ക്യൂസ് മീ സാർ. ആ, വന്നോ? ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ആ ഫയൽ എവിടെ? ഇതാ സാർ, എല്ലാം ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാ നോക്കൂ. ഇത്രയ്ക്കൊക്കെ വേണോ മോനെ? ഡോണ്ട് വറി സാർ, ഐ എം ഫുൾ പ്രിപ്പയർഡ്. എന്തുവാടാ ഇത്? എന്തോ നീ കാണിച്ചു വെച്ചേക്കുന്നേ? ഇതെന്താ സാധനം? കിട്ടി. എന്താ സാറേ, എന്നാ പറ്റി? കൂടുതൽ നന്നായി പോയോ? നാറി, പണിയെടുക്കാൻ വന്ന പണിയെടുക്കണം, അല്ലാതെ യൂസ് സ്റ്റോക്കിന് പോയാൽ ഇതുപോലെയൊക്കെ ആകും. അതെങ്ങനെ പണിയെടുക്കേണ്ട സമയത്ത് അവൻ പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുകയല്ലേ? എന്താണ് നീ കാണിച്ചു വെച്ചേക്കുന്നത്? വിത്തിൻ 1 hour ഈ ഫയലുള്ള മുഴുവൻ തെറ്റും തിരുത്തി എൻ്റെ ടേബിളിലെത്തിയിരിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ പൊന്നുമോൻ നാളെ തൊട്ട് വീട്ടിലിരിക്കും. ആൻഡ് ഗെറ്റ് ഔട്ട്. താങ്ക് യു സാർ. ഇവനല്ലയോടാ ഇതൊന്നും കേട്ടത്? എന്താ മിത്ര, എന്താ കാര്യം? എന്ത് കാര്യം? ഗുഡ് മോർണിംഗ് ദേവ. ഗുഡ് മോർണിംഗ് ഫിൽച്ചായ. ഗുഡ് മോർണിംഗ് മിത്ര. മിത്ര, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ വരുമ്പോൾ എന്നെ സാറെന്ന് വിളിക്കണമെന്ന്?
ഓ സോറി സാർ. Then get out. ഹാ I said get out. പട്ടിത്തണ്ടി നാറി. ഓഹ് ഈ കാലമാടനെ കൊണ്ട് പന്നി. എൻ്റെ പൊന്നപ്പു, നീ ഇനി ഇങ്ങനെ അവളോട് ബിഹേവ് ചെയ്താൽ ലാസ്റ്റ് അവൾ ഇട്ടിട്ട് പോകും കേട്ടോ. ഒന്ന് പോടാന്നറി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എടാ, ഞാൻ ഉള്ള കാര്യമാടാ പറഞ്ഞേ. ഇതുപോലെയായിരുന്നു ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പനണ്ണൻ. അണ്ണനൊരു ഭാര്യ ഉണ്ട്, രമണി ചേച്ചി. പുള്ളി ചേച്ചിയോട് ഒടുക്കത്തെ കോൾഡ് സൈഡ്. അവസാനം എന്നാ പറ്റി? ചേച്ചി അപ്പുറത്തെ ദിവാകരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ട് അങ്ങേരിപ്പതേ നട്സ് വയസ്സ് കുരലിനെ പോലെ അതിലെ നടപ്പെടും. നിനക്ക് ആ അവസ്ഥ വരല്ലേ? പോട പട്ടി. ഇനി അവൾ എന്നെ ശരിക്കും വിട്ടിട്ടെങ്ങാണ് പോവോടാ. നിനക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ. ഞാൻ എന്തോ ചെയ്യാനാ? അവളെ കാണുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് നിന്നു. പിന്നെ ഒരു വിധത്തിലായി എങ്ങനെയെങ്കിലും അവളോടൊന്ന് സംസാരിച്ച് പിടിച്ചു നിൽക്കുന്നത്. മതി കടന്ന് മൂങ്ങാതെ. നീ തന്നെയാണോ അവളെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ കമ്പനിയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടുമെന്ന് പറഞ്ഞത്? അതൊക്കെ അപ്പോഴത്തെ ഒരു ധൈര്യത്തിന് വായിൽ വന്നതല്ലേടാ അളിയാ. ഒന്ന് ക്ഷമി, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. എന്ത് വഴി? നീ മനുഷ്യന്മാരോട് മിണ്ടുന്ന പോലെ ആ കൊച്ചിനോടൊന്ന് മിണ്ടിയാൽ മതി. അവള് നിന്നെ സെറ്റാക്കിക്കോളും. പിന്നെ ഇന്ന് നാൻസി വരും അവളുടെ കമ്പനിയുടെ ഡീലുമായിട്ട്. ആ മാരണത്തിന് ഇനി സഹിക്കണം. എൻ്റെ പൊന്നളിയെ ചതിക്കരുത്. അവൾ എന്നെ കാണിച്ചാലും നീ അങ്ങ് ചിരിച്ചു കൊടുത്താൽ മതി. പ്രശ്നം സോൾവ്. ചിക്കൻ അത്ര പോയായിരുന്നു അല്ലേടി സാറാമോ? അതേടി, വെറുതെ ഉപ്പുമില്ല പുളിയില്ല. എന്നിട്ടാണോ മോള് 3 പ്ലേറ്റ് ബിരിയാണി കുത്തിക്കയറ്റിയത്? അത് പിന്നെ വിശപ്പ് മാറ്റണ്ടേ. ഹലോ മിത്ര ആൻഡ് സാറ. ഒന്ന് കുരിശ് ഇപ്പൊ തുടങ്ങും. എന്താണ് പരിപാടി? ഞാൻ പിന്നെ രുദ്രേട്ടനോട് ഇപ്പൊ സംസാരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഹീസ് സോ ഫണി യു നോ. ഡേയ്, ഇവിടെ നിന്റെ ഭർത്താവിനെ പറ്റി അല്ലേടി ഈ പറയുന്നേ? ആ മറുതിയോട് പോവാൻ പറയടി. കഴിഞ്ഞ വീക്കെൻഡ് പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ളായിരുന്നു. അതുകൊണ്ട് ഹീസ് ഇപ്പൊ എന്നെ ഞാനില്ലാതെ വയ്യുന്നായി. ഇവളെന്ത് കോക്കനട്ട് അടി ഈ പറയുന്നേ? വെറും തള്ളു. അന്ന് രാത്രി ഞങ്ങൾ എങ്ങനെ ഉറങ്ങാതിരുന്നേന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങളുടെ എടി ഭീകരി, ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ നടക്കുന്നത്? അതൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. അന്ന് നൈറ്റ് ഞങ്ങൾ നല്ല ഓവറായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ അങ്ങേർക്കൊന്നും ഓർമ്മയില്ലടി. തകർന്നു പോയതിൻ്റെ ബാല്യവും കൗമാര്യവും വാർദ്ധക്യവും ഒക്കെ. ഹേ ഗൈസ്, അത് രുദ്രേട്ടൻ്റെ ഗേൾഫ്രണ്ട് ആണോ? ഹൗ ക്യൂട്ട് അല്ലേ? മിത്ര, ആർ യു ഓക്കെ? ഐ എം ഓക്കെ ഡി. ഞാൻ വീട്ടിൽ പോവാ. നീ സാറിനോടൊന്ന് ഇൻഫോം ചെയ്തേക്ക്. ഡി, നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട. അത് നമ്മുടെ പുതിയ ബിസിനസ് പാർട്ട്ണറാണ്. വാട്ട് ഈസ് സർപ്രൈസ് എന്നറിയോ? തൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണ്. ഈ പെണ്ണെന്ത് കോക്കനട്ടാ ഈ പറഞ്ഞ ഫെലിക്സിനെ ഞാനിന്ന്. പ്ലീസ് ഹാവ് ഇറ്റ് രുദ്ര, പ്ലീസ്. എൻ്റെ സന്തോഷത്തിന്. നോ ഞാൻ തന്നെ കഴിച്ചോളാം. വേണ്ട പ്ലീസ് പ്ലീസ്, ഈ ഒരു ഒറ്റ തവണ പ്ലീസ് പ്ലീസ്. എടുത്തേണ്ടി.
അയ്യോ മമ്മി മമ്മി, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എൻ്റെ കെട്ടിയോൻ പഠിച്ചുപോയേ. ഓ എൻ്റെ ബേബി, നീ ഇങ്ങനെ പൗബൗനെ പോലെ ക്രൈ ആവല്ലേ? പിന്നെ ഞാനിതെങ്ങനെ സഹിക്കും മമ്മി? അങ്ങേർക്ക് ഇപ്പം എന്നെ വേണ്ട. Oh, and baby, your mommy said this right because she said you are a loser girl. I don't understand, but now I can get it. Yes, she is right. Mommy! Oh, sorry, my baby. എൻ്റെ പൊന്ന് ബേബി, അവൻ നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്. ആ പെഗിൻ്റെ ഫേസിലുള്ളവൻ എന്താ പറഞ്ഞെന്ന് നിനക്കറിയാമോ? ഇഫ് ഹീ ഈസ് നോട്ട് മാരിയിങ് യു, he will go to the company and up to the sky, throw it down. Oh, what can we do? We are so പേടിച്ചുപോയി. എന്താണ്? ഓ എൻ്റെ പെണ്ണെ, അവൻ കമ്പനിയുടെ മണ്ടേനെടുത്ത് ചാടുവന്ന്. ബുദ്ധിയില്ലാത്ത കൊച്ചിനാ. ചിലപ്പോൾ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. Is it truth? Yes, sure, guarantee. പിന്നെ ബേബി, ആ കോക്കനട്ട് ഹെഡ് നിന്നോട് മിണ്ടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. ഹീ സ്കേർഡ് യു, ദാറ്റ്സ് വൈ. ഇറ്റ്സ് എ നോർമൽ പ്രശ്നം. ഇച്ചിരി കഴിയുമ്പോൾ ആ മണ്ടൻ തന്നെ വന്ന് മിണ്ടിക്കോളും. ഇല്ലെങ്കിൽ മമ്മിയുടെ കയ്യിലൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. യെസ്, ദാറ്റ് ഗീവ് യു വണ്ടർഫുൾ സർപ്രൈസ് ആൻഡ് യു കീപ് യുവർ ലൈഫ് അവേ. എന്ത് ഐഡിയ? ഓ ബേബി, ഡോണ്ട് പേടിക്കൽ. I have a big idea and I will manage you. Come, come, come. ഭദ്ര. Oh, that old man came. Pinna baby, this don't tell to the old man, okay? Oh, my dear darling, please sit. I go and come water, okay? മലയാളത്തിൽ പറയടി. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാവേ. ഏട്ടൻ ഇരിക്കേ. ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് അവള് പറഞ്ഞില്ലല്ലോ. ആ പപ്പ, ഞാൻ കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ. എന്നാ ശരിയേ. അല്ല, മോൾ ഇത്ര പെട്ടെന്ന് പോവാണോ? അപ്പു എവിടെ? അവൻ വന്നില്ലേ? ഇല്ല പപ്പ, ദേവേട്ടൻ ഓഫീസിൽ തന്നെയാണ്. ഞാൻ മമ്മിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നാൽ ശരി പപ്പ, ഞാൻ ഇറങ്ങാം. ബേബി, ഗുഡ് സർപ്രൈസ്. ടേക്ക് എ വിജയ് ഭവ, ഓക്കേ? നീ എന്ത് കോക്കനട്ട് അടി പറയുന്നേ? ആ വരുന്നുണ്ട്. ഇന്ന് മുതൽ തന്നെ നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. മോനെ ദേവ, ഇന്നു മുതൽ ഈ മിത്രയുടെ പുതിയൊരു ഭാവമാണ് നീ കാണാൻ പോകുന്നത്. നിനക്കെന്നെ പേടിയല്ലേ? മാറ്റിത്തരാം. മിത്ര, നീ എന്താ ഇന്ന് എന്നോട് പറയാതെ നേരത്തെ ഇറങ്ങിയത്? ആ മിത്ര, നീ ഉറങ്ങിയോ? അയ്യടാ, ഇപ്പം ഞാൻ മറുപടി തരാം. ആ, ഇവളെന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയത്? ഗുഡ് നൈറ്റ് മിത്ര. എൻ്റെ ആഞ്ജനേയ സ്വാമിയെ ശക്തി തരൂ. ഉറങ്ങിയോ? ഹോ, അപ്പം എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. കൊച്ചിക്കള്ളൻ. ഗുഡ് നൈറ്റ്. മിത്ര. എന്താ സാർ വിളിച്ചേ? എന്താ? അതാ ചോദിച്ചേ, എന്തിനാ വിളിച്ചേന്ന്. അല്ല, നീ എന്തിനാ എന്നെ വീട്ടിൽ വെച്ച് സാറെന്നൊക്കെ വിളിക്കുന്നേ? അത് ഓഫീസിൽ മാത്രം മതി. അത് കുഴപ്പമില്ല. ഇവിടെ വെച്ച് പേര് വിളിക്കുന്നതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അറിയാതെ എൻ്റെ വായിൽ പേര് വരുന്നത്. ഇവിടുന്ന് സാറെന്ന് വിളിച്ച് ശീലമാക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അല്ല, നീ ഇപ്പം എവിടെ പോവാ ഇത്ര രാവിലെ? ഓഫീസിലോട്ട്. എങ്കിൽ ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം റെഡി ആയിട്ട് വരാം. നീ വെയിറ്റ് ചെയ്യേ. വേണ്ട, സാറ് വരും. ഞാൻ അവളുടെ കൂടെ പൊക്കോളാം. അല്ലെങ്കിൽ ഓഫീസിൽ വേറെ സംശയമൊന്നും ഉണ്ടാക്കണ്ട. ഇവക്കിതെന്നാ പറ്റി? ആകെ മൊത്തം ഒരു മാറ്റം. ഓ, ആ പരന്നാറി നാക്ക് വളച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും പ്രശ്നമുണ്ടായി.
ഇനി അവൻ പറഞ്ഞ പോലെ എങ്ങാണ്ട് സംഭവിക്കുമോ എൻ്റെ മഹാദേവ? എന്താണ് മോളെ മുഖത്താകെ ഒരു പ്രകാശം? ഇന്നലെ മോങ്ങിക്കൊണ്ടുപോയ കൊച്ച. ഒന്ന് പോടി. എടി സീരിയസ്ലി നിങ്ങളുടെ സെറ്റായി? എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. ഒന്ന് പോടി. സെറ്റൊന്നും ആയില്ല, പക്ഷെ ഇങ്ങനെ പോയ ചെലപ്പാകും. അതെന്താ മോളിസേ അങ്ങനെ ഒരു ടോക്ക്? പറ ചേച്ചി കേൾക്കട്ടെ. അതില്ലേ, ഇന്നലെ ഞാൻ ഇവിടുന്ന് ചെന്നത് മമ്മിയുടെ അടുത്തോട്ടാ. അവിടെ ചെന്നിരുന്ന് ഞാൻ മൂങ്ങുന്ന കണ്ടപ്പോൾ മമ്മിയാ ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഡീ, ഇത് വർക്കൗട്ടാവോ? ഉറപ്പാണോ? ഉറപ്പായിട്ടും. മമ്മി എനിക്ക് ഉറപ്പ് തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മി പണ്ട് ഇത് പപ്പയ്ക്ക് നേരെ പ്രയോഗിച്ചതാണ്. അന്ന് പപ്പ മൂക്കും കുത്തി വീണു. അപ്പം എന്തായാലും പപ്പയുടെ മോനും മൂക്കും കുത്തി വീഴുമല്ലോ. അത് സാറിൻ്റെ മമ്മി തന്നെ ആണോടി? സ്വന്തം മോനിട്ട് പാര പണിയാൻ കൂട്ടു നിൽക്കുന്നൊരു മമ്മി. അത് ശരിയാ, മമ്മി ദേവൻ്റെ ആണെങ്കിലും ലവ് മുഴുവൻ എനിക്ക്. പക്ഷേ എനിക്കൊരു മമ്മിയുണ്ട്, എന്നെക്കാളും വലുത് മരുമോന്. ഡാ പട്ടി, നീ ഇന്നലെ കരുനാക്ക് വളച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും കൊനഷ്ട് വരുമെന്ന്. എൻ്റെ പൊന്നളിയാ, നീ കാര്യം പറ, ഇങ്ങനെ റൈസ് ആവല്ലേ. പോടാ പന്നി, രാവിലെ അവൾ എഴുന്നേറ്റപ്പോൾ എന്നെ വിളിക്കോ സാറെന്ന്. ഞാനെന്താ അവളുടെ സാറാണോ? പറയടാ. എടാ പരനാറി, നീയല്ലേ ഇന്നലെ ആ കൊച്ചിനോട് പറഞ്ഞത് നിന്നെ സാറെന്ന് വിളിക്കണമെന്ന്? എന്നിട്ടിപ്പം അത് വിളിച്ചതായോ കുറ്റം? അത് കൊള്ളാമല്ലോ. എടാ അങ്ങനല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. ഓഫീസിൽ വരുമ്പോൾ മാത്രം സാറെന്ന് വിളിക്കാനാ. അല്ലാതെ വീട്ടിൽ വരുമ്പോൾ അവൾ എന്നെ ദയവായിട്ടാന്നല്ലാതെ വേറെ ഒന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, ഞാൻ എന്തോ ചെയ്യും? അവൾക്ക് എന്താണ്ട് മാറ്റം ഉണ്ടടാ. അവളിപ്പോൾ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല. ഒന്ന് പോയടാ. ഒരു രാത്രിയും പകലും കൊണ്ട് നിനക്കെങ്ങനെ മനസ്സിലാവാൻ അവൾക്ക് മാറ്റം ഉണ്ടെന്ന്? എന്തായാലും വരട്ടെ, ഇന്ന് അവൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്തു പറയുന്നു? ആ കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഫെലിച്ചായ. ഗുഡ് മോർണിംഗ് മോളെ. എന്താ വന്നേ? ഈ ഫയൽ തരാൻ വേണ്ടി വന്നതാ. എന്നാ ശരി, ഞാൻ പോവാം. ശരിയാടാ, എന്തോ കുഴപ്പമുണ്ട്. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മനസ്സിലായോ? നിന്നെ ഇച്ഛായാന്ന് എന്നെ കയറി സാറ്. അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അവളെന്നെ ഇട്ടേച്ച് പോവേ. ഹേ, ഓഫീസിൽ എന്താ വല്ല പട്ടിയും പറ്റി കിടക്കണോ? എവിടുന്നാ ഈ സൗണ്ട്? ഡാ ഫെലിക്സേ, എന്താടാ ഒരു സൗണ്ട്? ഇവിടെ എന്താ വല്ല പട്ടിയും പറ്റി കിടക്കുവാണോ? നീയൊന്നും എൻ്റെ ഓഫീസ് ശരിക്കും നോക്കുന്നില്ലേടേ. പട്ടിയല്ല, അത് നിങ്ങളുടെ മോനാണ്. ഹേ, അവൻ പെറ്റാ? തന്തയും കണക്കാ മോനും കണക്കാ. എൻ്റെ പൊന്നങ്കിളെ ഒന്ന് സൈഡിലോട്ട് നോക്കിയതാണ്ട് അവനായിരുന്നു മൂങ്ങുന്നേ. ഹേ, ഇവ എന്തിനാ ഇങ്ങനെ ആയിരുന്നു മൂങ്ങുന്നേ? ഡാ ചെറുക്ക, എന്നാ പ്രശ്നം? പപ്പയോട് പറ. പപ്പേ, എല്ലാം പോയി പപ്പേ. ഓ, ഇത്രേ ഉള്ളൂ കാര്യം. ഇതിന് പറ്റിയൊരു കിടുക്കാച്ചി ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്താ? വേഗം പറ, മനുഷ്യനെ ഇങ്ങനെ ടെൻഷനാക്കല്ലേ. നീ എനിക്കൊരു 4 ഡയറി മിൽക്ക് വാങ്ങിത്തരണം, അതും വലിയ പാക്കറ്റ്. അയ്യടി, ഷുഗർ അങ്ങ് 100 110 എന്നാ നിൽക്കുന്നേ. ഇപ്പം തരാം. കിളവൻ്റെ ഓരോ പൂതി. കിളവ നിന്റെ തന്ത. ഒന്ന് പോയടേ ഇറക്കാ. എന്നാൽ എനിക്കൊരു ഐഡിയ ഇല്ല, ഒരു കുന്തോ ഇല്ല. ഞാൻ പോണ്. ആ ശരി വാങ്ങിത്തരാം. എന്താ ഐഡിയ? ആദ്യം അത് പറ. ഇതുവല്ലോ നടക്കുമോ? അവസാനം പീഡന ശ്രമത്തിനകത്താവരുത്. ഒന്ന് പോയടേ ഇറക്കാ. എടാ മോനെ, ഇത് ഉറപ്പായിട്ടും നടക്കും. ഈ പപ്പ ഗ്യാരണ്ടി. എന്താവോ എന്തോ, ഇതൊന്ന് പരീക്ഷിച്ചേക്കാം. എന്നാ ശരി, പപ്പ പോണ്. ഡയറി മിൽക്ക് വീട്ടിലെത്തിച്ചേക്കണേ മോനെ. വിജയ് ഭവ. ഡാളിയ, ചാടിക്കേറിയ ഐഡിയ ഇന്ന് തന്നെ പോയി ചെയ്യരുത്. ആദ്യമുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി, എന്നിട്ട് നൈസിന് നമുക്ക് ഈ ഐഡിയ പ്രയോഗിക്കാം. മിത്ര, പപ്പ
പറഞ്ഞു ഇടി ഇപ്പം പരീക്ഷിച്ചാൽ ചിലപ്പോൾ ഫെലിക്സ് പറഞ്ഞവരെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നയസിന് ചോദിക്കാം. മിത്ര, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. നീ പറയാതെ ഞാൻ എങ്ങനെ അറിയും എന്താ പ്രശ്നമെന്ന്? പ്ലീസ്. I need time. Take your time, but don't leave me. Good night. അയ്യോ, ഇപ്പം പെട്ടേനെ. എൻ്റെ മഹാദേവ, ഇനി ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആയിരുന്നു. ഇങ്ങനെ പോയാൽ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും. ആഞ്ജനേയ സ്വാമിയെ കാത്തോണേ. എടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവളെന്നോട് ഒരു ഇച്ചിരി മൈൻഡ് പോലും കാണിക്കുന്നില്ലടാ. എനിക്ക് അപ്പളേ തോന്നി. അതെങ്ങനെ അങ്കിള് പറഞ്ഞു വന്ന ഉടനെ നീ ചെന്ന് പരീക്ഷിച്ച് കാണും. അവള് നിന്നെ ഒരു പീഡകനായി കണ്ടു കാണും. നാറി, പീഡിപ്പിക്കാൻ പോയിട്ടൊന്ന് കാണാൻ പോലും അവളെ കിട്ടുന്നില്ല. അപ്പോളവന് ഒലക്കമ്മേലത്തെ ഒരു അയ്യടാ, തന്നെ വരുത്തി വെച്ചതല്ലേ, അങ്ങ് അനുഭവിക്ക്. നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞാണോ ഇതിങ്ങനെയൊക്കെ ആവത്തുള്ളെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണം? എടാ, അങ്ങനൊന്നും പറയല്ലേ. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ് താടാ. അവളെ എങ്ങനെയാ ഒന്ന് വളയ്ക്കുന്നേ? എടാ അളിയ, എൻ്റെ കയ്യിലൊരു കിടിക്കാച്ചി ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നാളെ നടക്കാൻ പോകുന്ന പാർട്ടിയിൽ നീ അവളെ എല്ലാവരുടെ മുന്നിൽ വൈഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം അവൾക്ക് നിന്നോടുള്ള പുച്ഛമൊക്കെ മാറിക്കിട്ടും. എങ്ങനെയുണ്ട്? അപ്പം അവൾ നിന്നോട് ക്ഷമിക്കും. കൊള്ളാലോ, നല്ല കിടുക്കാച്ചി ഐഡിയ. ഷോ, ഈ ബുദ്ധി എന്താ എനിക്ക് നേരത്തെ തോന്നാഞ്ഞത്? അതെങ്ങനെയാ? വലിയ CEO എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തലയ്ക്കകത്തെ ബുദ്ധി വേണം. അതിനൊക്കെ ഞാൻ എൻ്റെ കാലിൽ തൊട്ട് ഉച്ച വരെ ബുദ്ധിയാണ്. മിത്ര, ഇന്ന് ഈവനിങ് നമ്മുടെ കമ്പനിയിലൊരു പാർട്ടി ഉണ്ട്. അറിയാം സാർ, ഫെലിക്സ് ചായൻ അനൗൺസ് ചെയ്തായിരുന്നു. ഈവനിങ് നീ റെഡി ആയിരിക്കും, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. വേണ്ട, ഈവനിങ് സാറ് വരും, ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം. ഇവളെ എന്താ സാറയാണോ കിട്ടിയത്? ഇന്നുകൊണ്ട് നിന്റെ പണക്കം ഞാൻ തീർത്ത് തരാം. അവിടെ ഡാ, പറഞ്ഞതിൽ ഓർമ്മയുണ്ടല്ലോ. ദാ മിത്ര വരുന്നു. മാരണം കിട്ടിയെടുത്ത്. ഹലോ, ഞാൻ ലേറ്റ് ആയൊന്നുമില്ലല്ലോ അല്ലേ? എൻ്റെ മോളെ, ഇത് നീ തന്നെയാണോ? നിനക്ക് ഇത്ര ഭംഗിയോ? താങ്ക് യു. അല്ലെങ്കിലും സൗന്ദര്യം എനിക്കൊരു വീക്ക്നെസ് ആണ്. ഓ ഹലോ മിത്ര ആൻഡ് സാറ. ബൈ ദ വേ മിത്ര, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എന്നാൽ ഞാൻ പോയി രുദ്രേട്ടനെ കണ്ടിട്ട് വരാവേ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് പിണങ്ങും, അതാണ്. ഓ, ഈ കുരിശിനെ ഇന്ന് ഞാൻ അവളുടെ ഒരു രുദ്രേട്ടൻ. ഹായ് സർ. ഹലോ മാഡം. ഓ, ഹായ് സ്റ്റെല്ല. ഓ സർ, ആർ യു ഗോയിങ് ടു അനൗൺസ് യുവർ മാരേജ്? What nonsense are you talking, Stella? Mind your own business. No sir, you don't need to hide it. We all see that. അല്ലേ മിത്ര, അന്ന് നമ്മൾ ക്യാൻറ്റീനിൽ വെച്ച് കണ്ടതല്ലേ? ഓ, പന്നിയെല്ലാം നശിപ്പിച്ച് ഇവളെ കൊണ്ട്. എന്ത് കണ്ടു നീ പറയുന്നേ? എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ നൈസായിട്ട് സ്ഥലം വിടാം. അയ്യോ, എൻ്റെ പിന്നെ പോയേ. മിത്ര, എന്തെങ്കിലും പറ്റിയോ?
ഇല്ലടി, ചന്തി അടിച്ചു വീണ നല്ല സുഖമാണല്ലോ. നോക്കി നിൽക്കാതെ എന്നെ പിടിക്കടി തെണ്ടി. മിത്ര, എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല സർ. എടാ ആദർശേ, എന്നെ ഒന്ന് വീട് വരെ ആക്കാമോ പ്ലീസ്? അതിനെന്താടി, ഞാൻ ഇപ്പം കൊണ്ടുപോകാം. അത് വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് കുഴപ്പമില്ല സാർ, ഞാൻ ആക്കിക്കോളാം. അത് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എൻ്റെ ഭാര്യ കൊണ്ടുപോകാൻ എനിക്കറിയാം. ഭാര്യയോ? മിത്ര വാ, ഞാൻ എടുക്കാം. ഓ, അത് ശരിക്കും രുദ്രന്റെ വൈഫാണല്ലേ. ഹൗ ക്യൂട്ട് ക്യൂട്ട് കപ്പിൾസ് അല്ലേ ഫെലിക്സ്? അതെ മാഡം, മിത്ര രുദ്രദേവ്. ദൈവമേ, രണ്ടിനെയും പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ല. രണ്ടുപേരെയും കാത്തോണേ എൻ്റെ ഈശ്വരാ. എന്താ ഇപ്പം ഉണ്ടായി? എനിക്ക് നേരം വരും. ഏട്ടനിനി എന്നോട് പിണങ്ങിയാണോ പോയത്? ഒന്നും വേണ്ടായിരുന്നു. മമ്മിയുടെ ഒരു ഒടുക്കത്തെ ഐഡിയ. എന്താ ചെയ്യുക? ദേവേട്ടാ, എന്നോട് ദേഷ്യമാണോ? എന്തിനു? ഞാൻ ഇത്രയും ദിവസം ഇഗ്നോർ ചെയ്തതിന്. ദേഷ്യമൊന്നുമില്ല, കാരണം എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. പിന്നെ ഒരു സങ്കടം, നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ചു. ആഹാ, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേവേട്ടൻ എന്നോട് ദേഷ്യപ്പെടുവോ? എന്ത് കാര്യം? ആദ്യം നീ പറ. അതില്ലേ ദേവേട്ടാ, ഇതല്ല എൻ്റെ ആക്ടിങ് ആയിരുന്നു. ഓ, അതല്ല, അപ്പം ആ മമ്മിയുടെ പണിയായിരുന്നല്ലേ? ഓ, അപ്പം എങ്ങനാ? എന്നെ ഇത്രയും കളിപ്പിച്ചതിന് ഒരു പണിഷ്മെന്റ് വേണ്ടേ? പണിഷ്മെന്റോ? എന്തിന്? എന്തിനാണെന്ന് അറിയില്ല. പണിഷ്മെന്റായിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് നൈറ്റ് അങ്ങ് ആഘോഷിച്ചാലോ? അപ്പം അത് ഓർമ്മയുണ്ടായിരുന്നല്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്നാ പിന്നെ എങ്ങനെ തുടങ്ങിയാലോ?
എന്താണ് മോളൂസേ ഇങ്ങനെ നോക്കുന്നേ? എന്നാലും ഇത് നിങ്ങൾ തന്നെയാണോ? അതെന്താടി അങ്ങനെ ഒരു ഡൗട്ട്? എന്നാ ഡൗട്ട്? ചേട്ടൻ മാറ്റി തരട്ടെ? അയ്യോ വേണ്ടായേ, ഇന്നലെ തന്നത് തന്നെ മതി. അയ്യോ അങ്ങനെ പറയരുത്. അങ്ങനെ പറയും. പപ്പേ നോക്കിക്കേ, എന്നെ കാണാൻ ഇപ്പൊ പുലിമുരുക്കിനെ പോലെ ഉണ്ടോ? ഓ ഇത് വെച്ചിട്ടായിരിക്കും നീ അവളെ വളയ്ക്കാൻ പോകുന്നത്. പപ്പേ അങ്ങനെ പൂച്ചയ്ക്കൊന്നും വേണ്ട. ഞാനാണ് ഞങ്ങളുടെ സ്കൂളിലെ ഹാൻസം ബോയ്, യു നോ. അയ്യേ ഒരു ഹാൻസം ബോയ് വന്നേക്കുന്നു. ഇത് പോടാ. പപ്പേ പപ്പയ്ക്ക് എന്നോട് കുച്ചുമ്പല്ലേ? പപ്പയ്ക്ക് അറിയാമോ, എൻ്റെ സ്കൂളിലെ മീരു നീരു പൊന്നു ഇവർക്കൊക്കെ എന്നോട് ലവാണ്. പക്ഷേ എനിക്കിഷ്ടം മമ്മൂട്ടിയാ. പക്ഷേ മമ്മൂട്ടി എന്നെ ഒന്നും നോക്ക പോലും ചെയ്യില്ല പപ്പേ. അവളെ വളയ്ക്കാൻ ഒരു വീഡിയോ പറഞ്ഞു തരുവോ? ആദിക്കുട്ട, അതിന് പറ്റിയൊരു കിടുക്കാച്ചി ഐഡിയ ഈ ഗ്രാൻഡ് പേയുടെ കയ്യിലുണ്ട്. പക്ഷേ എന്താ, വേഗം പറ. മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഓഹോ സാറാദി ഈ പാലൊന്ന് കുടിച്ചേ. ഓക്കേ മമ്മ, ഇനി പറ ഗ്രാൻഡ്പാ. അതില്ലേ, നിന്റെ ചോക്ലേറ്റ്സിലെ ഒരു 4 ചോക്ലേറ്റ് എനിക്ക് തരണം. എന്നാ ഐഡിയ പറഞ്ഞുതരാം. ഈ പപ്പയ്ക്ക് 4 ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? എപ്പോഴും 4 4 4. നോ, അത് എന്റെ ചോക്ലേറ്റ് അല്ലേ. അത് ഞാനിങ്ങനെയാ ഗ്രാൻഡ്പായ്ക്ക് തരിക. എന്നാ പോടാ, നിനക്കൊരു ഐഡിയ ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ പോണു. അയ്യോ പിന്നെങ്കിലേ, ഞാൻ തരാം, പ്രോമിസ്. ആദ്യം ഐഡിയ പറ. വേണ്ട, ആ ഐഡിയ നമുക്ക് വേണ്ട മോനെ. എന്താടാ നിനക്കൊരു പുണ്യം, എൻ്റെ ഐഡിയ കൊണ്ടാ നീ സെറ്റായത്, മറക്കണ്ട. എന്ത് ഐഡിയ? അതൊന്നുമില്ല. ആഹാ, ആര് പറഞ്ഞു? സോറി, എൻ്റെ ഐഡിയ കൊണ്ട് എല്ലാം ഹാപ്പി സർപ്രൈസ് ആയത് അല്ലേ ബേബി? ആഹാ, എൻ്റെ ഒരു ഒറ്റ ഐഡിയ കൊണ്ടാ എല്ലാം സെറ്റായത്. ഓ ഒന്ന് നിരുത്തുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാ ഞാൻ അമ്മൂട്ടിനെ ഒന്ന് സെറ്റാക്കട്ടെ. ഈ ഗ്രാൻഡ്പ പറഞ്ഞു തരാം മുത്തേ. വേണ്ട, എൻ്റെ ചെറുക്കനെ ഒരു ഉമ്മച്ചനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം കൂടെ എൻ്റെ കൊച്ചിനെ ഒരു വഴിയാക്കും. ഓഹോ, അപ്പൊ ഞാനും മമ്മൂട്ടിക്ക് പോയൊരു കിച്ചങ്ങ് കൊടുക്കാം അല്ലേ പപ്പി? Oh my little darling, good surprise. Have a Vijay Bhava.